മാങ്ങ ഉപ്പും മുളകും ഇട്ട് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാട്ടോ. എന്റെ അച്ഛൻ പെട്ടെന്നായിരിക്കും കേട്ടോ എല്ലാം തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മോഹിനിയാട്ടം കാണാൻ പോവാം. എന്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. എല്ലാ പണിയും ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരുങ്ങാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും അടുക്കളയിൽ തകൃതിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചിരിച്ചോണ്ട് ഒരുങ്ങുന്ന എന്തോ വലിയ സന്തോഷത്തിലാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ വേറൊന്നുമല്ല, ഞാൻ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് കച്ചറ ഉണ്ടാക്കുകയാണ്. വേറൊന്നുമല്ല, ഈ 3 മാസം ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞ് അടുത്ത 3 വർഷത്തേക്ക് ഞാൻ ഫോണും തൊടരുത്, ഫുൾ പഠിപ്പായിരിക്കണം എന്നാ അച്ഛൻ പറയുന്നത്. ഞാൻ സ്കൂൾ അടച്ചപ്പോൾ മുതൽ പറയുന്നത് പഠിപ്പിനെ കുറിച്ച് ഇവിടെ മിണ്ടരുത്. എനിക്കിനി 3 വർഷം പഠിക്കാനുള്ള കോഴ്സ് ഇപ്പോഴേ അച്ഛൻ തീരുമാനിച്ചു. ഇതിപ്പോ സ്നേഹം കൂടിയ നക്കിക്കൊല്ലും വെറുത്ത ഞെക്കിക്കൊല്ലും എന്നുള്ള അവസ്ഥ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10 മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ 7:30 ഒരുങ്ങിയിട്ട് ഫുഡ് വരെ കഴിച്ചു കഴിഞ്ഞു. ടൈം കടൽ പോലെ കിടക്കുന്നതുകൊണ്ട് കുറച്ചേരം ഷോ ഇറക്കി. ഇന്റർവെല്ലിന് കുടിക്കാൻ വേണ്ടിയിട്ട് ലിച്ചിന്റെ ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ കാണുമ്പോൾ എനിക്ക് മധുരമുള്ള സാധനം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിൽക്കി ബാറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. 10 മണിക്കുള്ള ഷോ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സീറ്റ് പക്ഷെ മുഴുവൻ ഫുള്ളായിരുന്നു. ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് എന്തോ രക്ഷപ്പെട്ടു. പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. എനിക്കിതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഭരതനാട്യം 2 എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്റർവെല്ലായപ്പോൾ മോഹിനിയാട്ടം എന്ന് എഴുതി കാണിച്ച അത് എനിക്ക് എടുക്കാനും പറ്റി. തിയേറ്ററിൽ അത്രയ്ക്ക് AC ഇടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സെറ്റ് എടുത്തിട്ടേ പോകുള്ളായിരുന്നു. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ACന്റെ തണുപ്പുകൊണ്ടാണോ എന്നറിയില്ല, എന്റെ മേലൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. മേലൊക്കെ കൂടി ചെറുതായിട്ട് വരയ്ക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചായ വാങ്ങി തരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ April 15, അതായത് വിഷുവിന്റെ അന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ബൈ.